പ്രൈസ് ലോർഡ്. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ, യഹോവ അബ്രാമിന് പ്രത്യക്ഷനായി, നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവൻ പിന്നീട് ഒരു യാഗപീഠം പണിതു. ഇതിൽ നിന്നും കർത്താവ് എനിക്ക് മനസ്സിലാക്കി തരുന്ന ഒരു കാര്യം, സ്വത്ത് തർക്കത്തിൻ്റെ പേരിൽ, അതായത് സ്വത്തുക്കൾ വിഹിതം ചെയ്യുന്നതിൻ്റെ പേരിൽ കുടുംബത്തിനകത്ത് നിരന്തരം കലഹമുണ്ടാകുന്ന ഒരു കുടുംബത്തെ കർത്താവിനെ കാണിച്ചിരുന്നു. മനസ്സിലായോ? അതിന് കലഹം ഉണ്ടാകുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, അപ്പനും അമ്മയ്ക്കും എന്താണ് പറയുക, അവർക്ക് 3 മക്കളെയാണ് ദൈവം തമ്പുരാൻ കാണിച്ചിരുന്നത്, ഒരു പെണ്ണും 2 ആണും. അപ്പം അവരുടെ സ്ഥലം എന്ന് പറയുന്നത് തമിഴ്നാടാണ് കർത്താവ് കാണിച്ചു തരുന്നത്. അവരുടെ സ്ഥലം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ മാർത്താണ്ഡം എന്ന് പറയുന്ന സ്ഥലമാണ് കർത്താവ് കാണിച്ചിരുന്നത്. അവർക്ക് 3 മക്കളുണ്ട്. ഈ 3 മക്കളിൽ അപ്പനും അമ്മയ്ക്കും ഏറ്റവും കൂടുതൽ താല്പര്യം ഇളയാളോടാണ്. അപ്പം ഇളയാൾക്ക് കുറച്ച് കൂടുതൽ കൊടുക്കണമെന്നൊരു വാശി അപ്പനും അമ്മയ്ക്കും ഉള്ളത് കൊണ്ട് ഈ സ്വത്ത് സമ്പാദ്യം, പുള്ളിയുടെ പേര് കർത്താവ് എനിക്ക് പറഞ്ഞു തരുന്നത്, ഇനി നിങ്ങൾ ആരും തെറ്റിദ്ധരിച്ചേക്കരുത് കേട്ടോ, സംശയിച്ചേക്കരുത്. കർത്താവ് പേര് പറഞ്ഞു തരുന്നത് ഗൗണ്ടർമണി എന്നാണ്. പുള്ളി അവിടുത്തെ ഒരു ജന്മിയാണ്. ജന്മി എന്ന് പറയുമ്പോൾ അറിയാലോ, ഇഷ്ടംപോലെ ഭൂസ്വത്തുക്കളുള്ള വ്യക്തികളെയാണ് ജന്മി എന്ന് പറയുക. അല്ലെങ്കിൽ ഒരു നാട് മുഴുവൻ ഭരിക്കുന്ന ഒരു രാജാവിനെ പോലത്തെ, അല്ലെങ്കിൽ ഒരു മന്ത്രിയെ പോലത്തെ വ്യക്തികളെയാണ് ജന്മി എന്ന് പറയുക. അവർക്കൊക്കെ ഇഷ്ടം പോലെ സ്വത്ത് സമ്പാദ്യങ്ങൾ ഉണ്ടാകും. അപ്പം അവർ പറയുന്നത് ഈ എന്താണ് പറയുക, ഇളയാൾക്ക് കൂടുതൽ കൊടുക്കണമെന്നാണ് പറയുന്നത്. അപ്പം അതിൻ്റെ പേരിൽ ആ കുടുംബത്തിനകത്ത് കലഹം നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ തമ്പുരാൻ പറയുന്നു, കർത്താവ് പറയുന്നത് എന്താ, ഒരു കാര്യം പറയട്ടെ, ആമേൻ. കർത്താവ് പറയുന്ന ഈ കലഹം ഒരു പിശാചാണ്. മനസ്സിലായോ? മറ്റുള്ളവരെ തമ്മിലെടുപ്പിക്കുന്നത് ഒരു പൈശാചികമായ ഒരു ബന്ധനമാണ്. നല്ല സ്നേഹത്തോടെ ഇരിക്കണവർ തമ്മിൽ വാക്ക് തർക്കത്തിൽ ഏർപ്പെടുന്നത് ഒരു പൈശാചിക ബന്ധനമാണ്. നമ്മൾ ഈ തർക്കമുണ്ടായാൽ അപ്പം തന്നെ നമ്മൾ അവിടെ നിന്ന് എസ്കേപ്പ് ആയിക്കോണം. ഇല്ലെങ്കിൽ ആ തർക്കം വഴക്കിലേക്കും പിന്നെ അതൊരു പകയിലേക്കും വിദ്വേഷത്തിലേക്കും പോവുകയും അതൊരു വൈരാഗ്യ ബുദ്ധിയായി മാറുകയും പിന്നെ അതൊരു പ്രതികാര ചിന്തയിലേക്ക് മാറുകയും ചെയ്യും. ഇതെല്ലാം ഒരു പൈശാചികമായൊരു ബന്ധനമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും തർക്കങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല. ഇനി നമ്മളോട് ആരെങ്കിലും ഒരു വഴക്കിനോ ബഹളത്തിനോ വന്നാൽ അപ്പം തന്നെ നമ്മൾ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. ആമേൻ. ഇതെല്ലാം ഒരു പൈശാചിക ബന്ധമാണ്. കലഹിപ്പിക്കുന്നത് പിശാചിൻ്റെ ഒരു സ്വഭാവമാണ്. പിശാച് അതിന് പല വഴികളും കൊണ്ടുവരും. മനസ്സിലായോ? രണ്ട് പേർ തമ്മിൽ കലഹിക്കുകയും ഈ പിശാചിൻ്റെ ഒരു സ്വഭാവമാണ് അസൂയ. ഇതേ സ്വഭാവമുള്ള മനുഷ്യരും ലോകത്തുണ്ട്. അപ്പം അസൂയ ഉള്ള പിശാച് തൻ്റെ സമസ്വഭാവമുള്ള ആൾക്കാരെ തെരഞ്ഞെടുത്ത് അവരിൽ കൂടിയാണ് മറ്റുള്ളവരെ ദ്രോഹിക്കാൻ പദ്ധതിയിടുന്നത്. ആമേൻ. അതുകൊണ്ട് തന്നെ അസൂയ ഉണ്ടാവാൻ പാടില്ല. പക്ഷെ ചില ആളുകൾക്ക് മറ്റുള്ളവർ തമ്മിൽ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഇരിക്കുന്ന കാണുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവർ നല്ല രീതിയിൽ ജീവിച്ചിരിക്കുന്ന കാണുമ്പം ഒരു അസൂയ, എൻ്റെ ഭാഷയെ പറഞ്ഞാൽ കല്ലുകടി. മനസ്സിലായോ? അപ്പം ഇത് കാണുമ്പോൾ അവർക്കൊരു ഈ അസൂയയെ അസൂയാലുവായ പിശാച് മുതലെടുത്തിട്ട് ഇവരെ തമ്മിലടിപ്പിക്കാൻ അവൻ പല വഴികളും കൊണ്ടിടും. ആമേൻ. ഇതിലൊരു വഴിയാകാം, 3 മക്കളുണ്ടായിട്ട് 3 മക്കൾക്കും തുല്യമായി വീതിച്ചു കൊടുക്കാതെ ഒരാൾക്ക് മാത്രം ഞാൻ കൂടുതൽ കൊടുക്കുമെന്ന് അപ്പൻ വാശി പിടിക്കുന്നു. അതിൻ്റെ പേരിൽ അതിനകത്തൊരു കലഹമുണ്ടാകുന്നു. അപ്പോൾ ഈ കലഹ പിശാച് ഒരു കുടുംബത്തിനകത്ത് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ കയറി കഴിഞ്ഞാൽ അപ്പം തന്നെ അതിനെ ശാസിച്ച് മാറ്റിക്കോണം. അതിനെ അവിടെ വളരാൻ അനുവദിച്ചാൽ അത് നശിപ്പിച്ചേ പോകത്തുള്ളൂ. കർത്താവ് പറയുന്നു, ഗൗണ്ടർമണിയുടെ കുടുംബത്തിനകത്ത് കയറിക്കൂടിയ കലഹ പിശാചിന് ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ, അധികാരമുള്ള നാമത്തിൽ മാറിപ്പോട്ടെ എന്ന് കൽപ്പിക്കുന്നു. ആമേൻ. കർത്താവ് സൗഖ്യം നൽകി വിടുതൽ നൽകി അനുഗ്രഹിക്കുന്നു. ആമേൻ. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നു,
നിങ്ങൾ മിണ്ടാതിരിപ്പീൻ, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. യുദ്ധം ചെയ്യാൻ നമുക്കൊരു ദൈവം ഉള്ളപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ അടിയുണ്ടാക്കാൻ പോകരുത്. ആമേൻ. നമ്മൾ പറഞ്ഞാൽ എത്ര പറയും, നമ്മൾ കൊടുത്താൽ എത്ര കൊടുക്കും? അതേസമയം നമ്മുടെ പ്രശ്നങ്ങളെ, നിന്റെ ഭാരം എൻ്റെ മേൽ ഇട്ട് കൊള്ളുക എന്ന് പറഞ്ഞ കർത്താവിൻ്റെ മേൽ നമ്മുടെ പ്രശ്നങ്ങളെ ഇട്ട് കൊടുത്താൽ ശത്രു ഒരു വഴിയായി വരും, 7 വഴിയായി ചിതറിപ്പോകും. അതിനാൽ തർക്കങ്ങളിൽ നിന്നും വഴക്കുകളിൽ നിന്നും എപ്പോഴും ഒഴിഞ്ഞു നിൽക്കുക. ആമേൻ. കർത്താവിൽ അവരെ അനുഗ്രഹിക്കട്ടെ.